പ്ലസ് ടു കഴിഞ്ഞ് ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് മാത്രമാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പല ഡിപ്പാർട്ട്മെന്റ്സിൽ നമുക്ക് വർക്ക് ചെയ്യാമെന്ന് അറിഞ്ഞത്. എത്ര കഷ്ടപ്പെട്ടിട്ടാണേലും ഇവിടെ നിന്ന് സക്സസ് ആവണം. ലൈഫിനെ ഈസിയായി കണ്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പോൾ ലൈഫിനെ സീരിയസ് ഒരു പ്രൊഫഷണൽ വേയിൽ കാണാൻ തുടങ്ങി. പ്ലസ് ടു കഴിഞ്ഞ് നെക്സ്റ്റ് ചോയ്സ് ബിഫാം ആയിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ എനിക്കത് ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിലോട്ട് വർക്ക് ചെയ്യണമെന്നൊരു ഡ്രീം ഉണ്ടായതുകൊണ്ട് എൻ്റെ ചേച്ചി സ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഫാക്കൽറ്റീസ് ആണെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആണ്, അതേപോലെ നമുക്ക് നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കുണ്ടാകുന്ന എൻ്റെ ഫിയറുകൾ എനിക്ക് ഇവിടെ നിന്ന് മാറ്റിയെടുക്കാൻ കഴിഞ്ഞു. പ്രസന്റേഷൻ ചെയ്യാനാണെങ്കിലും എന്തെങ്കിലും ഒരു പരിപാടി കോർഡിനേറ്റ് ചെയ്യാനാണെങ്കിലും എന്നെ കൊണ്ട് അത് സാധിക്കാൻ തുടങ്ങി. ഇതുവരെ എൻ്റെ ലൈഫിൽ ഒരു പ്രോഗ്രാം പോലും ഹോസ്റ്റ് ചെയ്യാത്ത ഞാൻ സ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ഫ്രഷേഴ്സ് ഡേയും ഓണം സെലിബ്രേഷനും ഞാൻ ഹോസ്റ്റ് ചെയ്തു. എനിക്ക് പേഴ്സണലി അതൊരു വലിയൊരു ടാസ്ക് ആയിരുന്നു. പക്ഷേ എൻ്റെ സ്റ്റേജ് ഫിയർ എല്ലാം മാറ്റിവെച്ച് നല്ല കോൺഫിഡൻസോടെ ഞാൻ ആ പ്രോഗ്രാം സക്സസ് ആക്കി. ഒരു ഹോസ്പിറ്റലിൽ PR ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. പ്രത്യേക ടാർഗറ്റ് ഇല്ലാത്ത ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്പെസിഫിക് ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്യണമെന്ന് എനിക്കൊരു ലക്ഷ്യം വന്നു. എനിക്കുണ്ടായ ഡെവലപ്മെന്റ് എന്നെ സഹായിച്ചത് സ്കിൽ യൂണിവേഴ്സിറ്റിയാണ്, ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആണ്, എൻ്റെ ഫ്രണ്ട്സ് ആണ്.